പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുമ്പോൾ സിറോ മലബാർ സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള വലിയ കടപ്പാട് ഞാൻ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്ത വലിയ കാര്യങ്ങൾ ഒന്ന്, സിറോ മലബാർ സഭയ്ക്ക് റോമിലെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നായിട്ടുള്ള ബസിലിക്ക സാന്ത അനസ്താസിയ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുകയില്ല. മാർപ്പാപ്പ 2013 ഇന്ത്യയിലെ മുഴുവൻ നമുക്ക് അജപാലന അധികാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് സിറോ മലബാർ സഭയിൽ നിന്ന് എന്നെ ഇന്ത്യയിലെ രൂപതകളില്ലാതെ ചിതറിക്കിടക്കുന്ന എല്ലാ സിറോ മലബാറുകാരുടെ അജപാലനപരമായ ശുശ്രൂഷകൾ എങ്ങനെ കുറെ കൂടെ ക്രമീകരിക്കാനും ക്രോഡീകരിക്കാനും സാധിക്കുമെന്ന് പഠിക്കാനായിട്ട് അപ്പസ്റ്റോളിക് വിസിറ്റേഷനായിട്ട് എന്നെ നിയമിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃശ്ശൂർ രൂപതയുടെ സഹായകനായിരിക്കുമ്പോഴാണ് ആ നിയമനം നടത്തുന്നത്. 2017 ഒക്ടോബർ 9 ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതത്തിലെ എല്ലാ മെത്രാന്മാർക്കും എഴുതിയ ദൈവശാസ്ത്രപരമായിട്ട് വളരെ ആഴമുള്ള കത്തുണ്ട്. ആ കത്ത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ചുറ്റുമതിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് പിന്നെ മലബാറിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ മലബാറിലേക്ക് നമുക്ക് തന്നു. എന്നാൽ 2013 അപ്പസ്റ്റോളിക് വിസിറ്റേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ 2017 ഒക്ടോബർ 9 ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും സിറോ മലബാർ സഭയ്ക്ക് അജപാലന ശുശ്രൂഷയ്ക്കും പ്രേക്ഷിത പ്രവർത്തനത്തിന് അവകാശമുണ്ടെന്നുള്ള കത്ത് ശംഷാബാദ് രൂപത സ്ഥാപിച്ചപ്പോൾ മാർപ്പാപ്പ എഴുതിയ ഡിഗ്രിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. All the territories in India not yet included in other dioceses of the Syro Malabar Church is hereby ascribed to the new diocese of Shamshabad. ഒരു ചർച്ചയ്ക്ക് ഒരു തർക്കങ്ങളില്ലാത്ത പഴുതില്ലാത്ത അടയ്ക്കുന്ന ഒരു ഡിഗ്രിയാണ്. All the territories in India. പരിശുദ്ധ പിതാവ് നമുക്ക് അജപാലനയുടെ അധികാരം മാത്രമല്ല തന്നത്. മാർപ്പാപ്പ കത്തിൽ എടുത്തു പറയുന്നുണ്ട്, യുവർ ചർച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് മിഷൻ, therefore you should also undertake missionary work in all over India. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായ ശേഷം മാർപ്പാപ്പ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ എല്ലാ സീനിയർ ബിഷപ്സ് ഇവിടെ മെയ് 13 ഫാത്തിമ ദിനത്തിൽ 2024 ഇവിടെ വന്നു. അന്ന് മാർപ്പാപ്പ ഞങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞു, അത് ഇപ്പോൾ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. I hereby give you jurisdiction over your people scattered in the Arabian Gulf. നമുക്ക് 5 ലക്ഷത്തോളം പേര് അറേബ്യൻ ഗൾഫിലുണ്ട്. അവർക്ക് ലാറ്റിൻ സഭയുടെ സംവിധാനത്തിൻ്റെ കീഴിലാണ്. എന്നാൽ മാർപ്പാപ്പ 2013 അത് പറഞ്ഞു. നമുക്ക് വളരെ സന്തോഷം. നമ്മുടെ സഭയിലെ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ പേരിലുള്ള ആരാധനകൾ സംബന്ധമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മാർപ്പാപ്പ അതിൽ ഒരു വലിയ ഇടയനം നൽകി ഇടപെട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ
മാർപ്പാപ്പയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് നമുക്കൊരു കാലത്തും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മാർപ്പാപ്പ വന്നതിന് ശേഷം സഭയ്ക്കുള്ള സാർവത്രികത കുറേ കൂടി വിശാലമാക്കി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഭയിൽ നിന്ന് ഇവിടെ കോൺഗ്രിഗേഷനിൽ ഡിക്കാസ്ട്രിയിൽ ജോലി ചെയ്തിരുന്ന ജോർജ് പൂവക്കാട്ടിനെ മാർപ്പാപ്പ കർദിനാളാക്കി ഉയർത്തുകയും അദ്ദേഹത്തിനെ ഡിക്കാസ്ട്രി ഫോർ ക്രിസ്ത്യൻ യൂണിറ്റിയുടെ പ്രീഫെക്റ്റായിട്ട് നിയമിക്കുകയൊക്കെ ചെയ്തു. മാർപ്പാപ്പയോട് നമുക്കുള്ള കടപ്പാട് എത്ര വലുതാണെന്ന് പറയാൻ വാക്കുകളില്ല. പരിശുദ്ധ പിതാവ് സ്വർഗത്തിൽ മധ്യസ്ഥനാണ്. നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തിയ അങ്ങ് തുടർന്ന് സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തണം, വഴി നടത്തി ഞങ്ങളെ കൂടുതൽ വളർത്തണം. പിതാവ് പറഞ്ഞത് വളരെ സത്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഞാനത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഉക്രൈനിയൻ സഭയേക്കാൾ കൂടുതൽ ബലമുള്ള സഭയായിട്ട് സിറോമലബാർ സഭ തീർന്നു കഴിയുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏകദേശം രൂപം. അത് നമുക്ക് അടുത്ത ആണ്ടുവാര്യം തിരിച്ചു വരുമ്പോഴാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപാട് സ്നേഹം. അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരും നമ്മുടെ സിസ്റ്റേഴ്സും നിങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് മാത്രം നല്ല മതിപ്പുണ്ടായിരുന്നു. സ്ഥാനസ്ഥാനശേഷി ബാബുച്ചന്റെ നേതൃത്വത്തിൽ സഹോദര വൈദികളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെയൊക്കെ സമയത്തുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ കൂടുതൽ കടപ്പാടോടുകൂടി എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ